ദളപതി വിജയ് നായകനായി അഭിനയിച്ച കാതലുക്ക് മര്യാദ എന്ന ചിത്രം റിലീസായിട്ട് നീണ്ട 27 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 1997 ഫാസിൽ സംവിധാനം ചെയ്ത അനിയത്തിപ്രാവ് എന്ന ചിത്രം സൂപ്പർ ഹിറ്റായതിനെ തുടർന്ന് അതേ വർഷം തന്നെ, അതായത് 1997 ഡിസംബറിൽ റിലീസായ ചിത്രമാണ് കാതലുക്ക് മര്യാദ എന്ന ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രം. 1995 തിരുവനന്തപുരത്ത് നടന്ന ഒരു തിരക്കഥാ ശില്പശാല ക്യാമ്പിൽ ഞാനും പങ്കെടുത്തിരുന്നു. അതിൽ ക്ലാസ് എടുക്കുവാനായി ശ്രീ ഫാസിൽ അന്ന് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു അടുത്ത സിനിമ ഏതാണ് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു വ്യത്യസ്തമായ ഒരു പ്രണയ ചിത്രമായിരിക്കും, അതിൻ്റെ ഒരു ചിന്തയിലാണ് അദ്ദേഹം എന്നാണ് അന്ന് എന്നോട് പറഞ്ഞത്. എന്തായാലും അത് 1995 അങ്ങനെ പറഞ്ഞതെങ്കിലും 97 അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിൻ്റെ രൂപത്തിൽ പറഞ്ഞത് കാര്യമായി ഭവിച്ചത്. അനിയത്തിപ്രാവ് എന്ന ചിത്രം കാതലുക്ക് മര്യാദ എന്ന തമിഴ് ചിത്രമായി മാറിയപ്പോൾ അതിൽ നായകനായി വിജയനെയും നായികയായി ശാലിനിയുമാണ് ഫാസിൽ തീരുമാനിച്ചത്. എന്തായാലും അനിയത്തിപ്രാവ് എന്ന ചിത്രം തമിഴിൽ റീമേക്ക് ചെയ്തപ്പോൾ കാതലുക്ക് മര്യാദയും ആ വർഷത്തെ ഒരു മികച്ച ഒരു ചിത്രമാവുകയും ഒരു സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. എന്തായാലും വിജയൻ്റെ കരിയറിൽ തന്നെ എടുത്തു പറയത്തക്ക കാര്യങ്ങളുള്ള, എടുത്തു പറയത്തക്ക പ്രത്യേകതകളുള്ള ഒരു പ്രണയ ചിത്രമാണ് കാതലുക്ക് മര്യാദ. ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇളയരാജയാണ്. അതിലെ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഹരിഹരൻ പാടിയ എന്നെ താലാട്ട വരുവാളോ എന്നുള്ള ഗാനമാണ്. പിന്നെ അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലും കാതലുക്ക് മര്യാദ എന്ന ചിത്രത്തിലും നമ്മളൊരു ബുക്ക് കണ്ടിരുന്നല്ലോ, ലവ് ആൻഡ് ലവ് ഒൺലി എന്ന് പേരുള്ള ഒരു ബുക്ക്, ഒരു നോവൽ. ആ ചിത്രത്തിലെ ലവ് ആൻഡ് ലവ് ഒൺലി എന്ന ആ നോവൽ ഫാസിലിൻ്റെ ഒരു സാങ്കല്പിക സൃഷ്ടി മാത്രമായിരുന്നു. അത് ഒരു ലൈബ്രറിയിലും വായിക്കാൻ കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ശാലിനിക്ക് തമിഴ് സിനിമയിലേക്കുള്ള ഒരു എൻട്രി കൂടിയായിരുന്നു കാതലുക്ക് മര്യാദ എന്ന ചിത്രം. ഈ ചിത്രം ഏകദേശം 50 ലക്ഷം രൂപയോളം മുതൽ മുടക്കിലാണ് നിർമ്മിച്ചതെങ്കിലും കളക്ട് ചെയ്തത് 15 കോടിയോളം രൂപയാണ്. കാതലുക്ക് മര്യാദ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം 2000 ഫാസിൽ വീണ്ടും വിജയിനെയും ശാലിനിയെയും നായകനും നായികയുമാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് കണ്ണുക്കുൾ നിലവ് എന്ന ചിത്രം. അതിലും ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇളയരാജയാണ്. അതിലെ ഗാനങ്ങൾ വളരെ ഇമ്പമാർന്ന ഗാനങ്ങളുമായിരുന്നു. എന്തായാലും ആ വർഷത്തെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായി മാറി വീണ്ടും 2000 ഇറങ്ങിയ റിലീസായ കണ്ണുക്കുൾ നിലവ് എന്ന വിജയ് ചിത്രം.